ഹലോ ഗൈസ്, ഞാനും അക്കു അബിയും കൂടെ ഞങ്ങൾ ബ്ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിഞ്ഞ 4 തവണ ഞങ്ങൾ കാണാൻ പോയി, 2 തവണ കാണാൻ പോയി, പക്ഷെ നടന്നില്ല. ഒന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു തിരക്ക് വരും, പിന്നെ വേറെ എന്തെങ്കിലും ഒരു വിളി എന്തെങ്കിലും വന്ന് സ്ഥലം പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. ഫൈനലി ഇന്ന് വീക്കെൻഡ് ആയിരുന്നു, അപ്പം ഞങ്ങൾ 4 പേരൂടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് റംബൂട്ടാൻ കണ്ടായിരുന്നു. റംബൂട്ടാൻ ഒരു ലക്ഷറി ഫ്രൂട്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുമ്പൊന്നും അങ്ങനെ വാങ്ങാൻ പറ്റൂലായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാനേ കണ്ണിനൊരു സന്തോഷമുള്ളതെന്ന്. പക്ഷേ ഇപ്പം വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമ്പം ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യാണ്. എനിക്കറിയാം ഇപ്പം മിക്കുള്ള വീട്ടിലുണ്ടായിരിക്കാം, പക്ഷേ ഒരു 10 വർഷം മുന്നേ 10-15 വർഷം മുന്നേ നോക്കുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ഇതൊരു ലക്ഷറി ഫ്രൂട്ടാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീതിച്ച് കഴിച്ചു. അങ്ങനെ അവരഞ്ച് എനിക്ക് 5 എന്നൊക്കെ പറഞ്ഞ് വീതിച്ച് കഴിച്ചു. നമ്മളങ്ങനെ എൻ്റെ ഇത് പാർഷ്യാലിറ്റി ഇല്ല, എല്ലാവർക്കും ഈക്വലായിട്ട് വീതിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ അടിയുണ്ട്, ചുവപ്പ് കിട്ടിയില്ല, നല്ല ചുമന്നത് അവിടെ പോയി ഇവിടെ പോയിന്ന്. പിന്നെ കുഞ്ഞച്ചി മനസ്സൊന്നും നോക്കാതെ കുട്ടീന് വന്നു കുഞ്ഞനിന് എന്ന പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ നേരെ ലുലുവിലോട്ട് പോയിട്ട് എനിക്ക് മീനു വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് ചെയ്ത ഈ വാച്ച് ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ണി വെട്ടിക്കളഞ്ഞിട്ട് കറക്റ്റ് സൈസാക്കാൻ വേണ്ടി ഞങ്ങൾ സ്വിസ് വാച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഞാൻ ഒന്നുകൂടെ എൻ്റെ ഔട്ട്ഫിറ്റ് റീചെക്ക് ചെയ്യാണ്, ബിക്കോസ് എനിക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ വാച്ചൊക്കെ കറക്റ്റായി. പിന്നെ അതിന് ശേഷം ഞാനും അബിയും കൂടെ ഷെയർ ചെയ്തേ വാച്ച്. അവൻ്റെ കൈ കിടന്ന് എനിക്കും തന്ന്, എൻ്റെ കൈ കിടന്ന് അവനും കൊടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കസിൻസ് ആ ഒരു വൈബ് ഉണ്ടല്ലോ. കാരണം ഇപ്പം എൻ്റെ പാൻസൊക്കെ അവന്മാർ മാറിയിടും, അവന്മാരുടെ ഷർട്ടും ഞാനും മാറിയിടും. സോ പിന്നെ കസിൻസ് വൈബായി കഴിച്ചു, കാരണം അവന്മാർ രണ്ടുമാരും ദുമക്കന്മാരായില്ല. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ സിനിമ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇലക്ക് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചതിന് ശേഷം നേരെ ബ്ലാസ്റ്റ് കാണാൻ വേണ്ടി ലുലുവിലെത്തി. ഓ മൈ ഗുഡ് ഗൈസ്, ദ സിനിമ ഈസ് ഓസം ഒക്കെ ആയിരുന്നു. കാരണം അത്ര അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്രൈം ത്രില്ലേഴ്സ്, ആക്ഷൻ സിനിമാസ്, ഫാൻറ്റസി ഒക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ പ്രേമം, ഈ ടൈപ്പ് റൊമാൻറ്റിക് ജനറക്കാലും എനിക്കിഷ്ടം ഈ സിനിമയാണ്, ഇങ്ങനെ ആക്ഷൻസ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ വിജയ് ഫാൻസുമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ഇവർ ഇറങ്ങിയാലും ഓരോ മാനറിസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. സാർ നമുക്ക് തന്നെ സ്വൈര്യത കേട്ടാണ് ഞാൻ ഇവൻ്റെ അടുത്തോട്ട് പോയത്. ഇവൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് വായനക്കാലം ഒപ്പറ. അങ്ങനെ ഞാൻ അവരെല്ലാവരെയും അങ്ങോട്ട് മാറ്റി ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം അമ്മമാർക്ക് ഫുഡ് വാങ്ങിച്ചായിരുന്നു. അമ്മമാർക്ക് അയൽബേക്കില്ല, ബ്രോസ്റ്റഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മമാർ ഒരു ബ്രോസ്റ്റഡ് ചിക്കനും കഴിച്ചു. പിന്നെ ഞാൻ കനവിൽ കണ്ട ഒരു സ്നേഹിതൻ ബിരിയാണിയും കൊണ്ടുവന്ന്. അങ്ങനെ സ്നേഹിതന് ഞാനോട് ഉള്ള ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് രണ്ടുപേരോട് എപ്പോഴും ഒരു ബിരിയാണി കഴിക്കും. പിന്നെ അബിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് അബിയും കുറച്ച് ബിരിയാണി കഴിച്ച്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിറങ്ങി. അപ്പൂന് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂന് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. വീടെത്താറായപ്പോഴാണ് എവിടെ നിന്നും ഇല്ലാത്ത മൈഗ്രെയിൻ. എനിക്ക് എവിടെ നിന്നും ഇല്ലാത്ത വെച്ചാൽ ഇങ്ങൊന്നുമില്ല, ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഒരു മൈഗ്രെയിൻ പേഷ്യൻ്റാണ്. പക്ഷേ ചില സമയത്തുണ്ടല്ലോ ഗൈസ്. ബൈ.